This is Srijil Kalingal, Premium Automotive Consultant, Delta Gas. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിയാസ് ആണ്. സിയാസിൻ്റെ കുറേ മെസ്സേജസ് നമുക്ക് വന്നിരുന്നു എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാന്നുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഓഡിയോ സിസ്റ്റത്തിൻ്റെ അപ്ഡേഷനൊക്കെ കുറച്ച് നാൾ മുന്നേ ഇട്ടിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻറ്റീരിയറിലെ ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ രീതിയിൽ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതും എത്ര ഇമ്പാക്റ്റ്ഫുൾ ആക്കാം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. നമ്മുടെ വെഹിക്കിൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ തുറന്നു കയറുന്ന ഒരു ഏരിയ, ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ് നമ്മുടെ ഡോർ പാഡ് അല്ലേ? നിങ്ങളെല്ലാവരും ഇത്രയധികം ശ്രദ്ധിക്കാറുണ്ടോ ഈ സംഭവം? നമുക്ക് ഈ വെഹിക്കിൾ കൊണ്ടുവരുന്ന സമയത്ത് കസ്റ്റമർ ഏറ്റവും കൂടുതൽ പ്രശ്നമായിരുന്നു ഇതിൻ്റെ ഡോർ പാഡുകൾ ഫെയ്ഡായി, അതുപോലെ തന്നെ അത് കംപ്ലൈൻ്റ് ആയി. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ കൈ റെസ്റ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മുടെ വയർപ്പ്, അതുപോലെ അഴുക്കുകളൊക്കെ പിടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഡസ്റ്റ് ആവാറുണ്ട്. എപ്പോഴും നമുക്കറിയാം, ഒരു പ്രീമിയം വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മന്ത് 3 മന്ത് കൂടുമ്പോഴും ഈ സാധനത്തിൻ്റെ കളർ മാറി പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. ഇതിനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ആൾ ചോദിച്ചത്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ചേഞ്ച് ചെയ്ത് ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ അതിൽ ആഡ് ചെയ്തു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് മാച്ച് ആവുന്ന കളർ കോമ്പിനേഷൻ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഡോർ പാഡ്സ് ഒക്കെ റാപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ പല സ്ഥലത്ത് വിളിക്കുമ്പോൾ വളരെ ചീപ്പസ്റ്റ് കോസ്റ്റിൽ പറയാറുണ്ട്. ഒന്ന്, അതിൻ്റെ മെറ്റീരിയൽ വളരെ ചീപ്പസ്റ്റ് ആയിരിക്കും. രണ്ടാമത് ചെയ്യുന്ന പ്രൊഫഷണൽ രീതി ആയിരിക്കില്ല. ചിലവരൊക്കെ അത് വളരെയധികം സ്ക്രൂ ചെയ്തിട്ട് അതുപോലെ ഗമ്മൊക്കെ പരട്ടി നമ്മുടെ ഡോർ പാഡ് വളരെ നാശാക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതൊരു പേടിയുള്ളതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾ ആ ഒരു സ്റ്റേജിലേക്ക് ഇത് അപ്ഡേഷനിൽ പോകാത്തതിൻ്റെ ഒരു കാരണം. എന്നാൽ നിങ്ങൾ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൻ്റെ തിക്നെസ്, അതുപോലെ തന്നെ അത് ഫിറ്റിംഗ് പ്രോപ്പർ ആവുന്ന, അതുപോലെ നിങ്ങളുടെ ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന ഇത്രയും കാര്യങ്ങൾ കൺസേൺ നോക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മുടെ വണ്ടിയുടെ പുറം വശം നമ്മൾ സെറാമിക്കും അതുപോലെ തന്നെ ബക്കി പ്രൊട്ടക്ഷനും PPF എല്ലാം കൊടുത്ത് അടിപൊളിയാക്കാറുണ്ട്. പക്ഷേ എത്ര പേരാണ് നമ്മുടെ വണ്ടിയുടെ അടിവശം ശ്രദ്ധിക്കാറ്? നിങ്ങളുടെ വണ്ടിയുടെ അടിവശം ശരിക്കും സേഫ് തന്നെയാണോ? നമ്മുടെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ തുരുമ്പ് വരാൻ ചാൻസ് ഉള്ള സംഭവമാണ് നമ്മുടെ വണ്ടിയുടെ അണ്ടർ ബോഡി എന്ന് പറഞ്ഞ സംഭവം. ഇത് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ കോട്ടിങ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വെഹിക്കിൾ ഒരു 3 മന്ത് മിനിമം ഒരു 3 മന്ത് കൂടുമ്പോഴേനും നമ്മളൊരു അണ്ടർ ബോഡി വാഷിംഗ് നടത്തിയിട്ടുണ്ടാവണം. കാരണം നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ചളികളും ഒക്കെ അടിച്ച് കയറി പല എഡ്ജിലും പോയിരിക്കുന്നുണ്ടാവും. ഇതാണ് ബാക്കി കുറച്ച് കഴിയുമ്പോൾ തുരുമ്പായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി സേഫ് ആക്കണമെങ്കിൽ ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി അണ്ടർ കോട്ടിങ് തന്നെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയമാണ്, നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, ഇത് ഓൾറെഡി കമ്പനി പറഞ്ഞിട്ടുണ്ട് അണ്ടർ ബോഡി ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന്. പക്ഷേ അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കമ്പനി ഇറക്കുന്നത് എല്ലാ വെതറിലേക്കും കണ്ടീഷനായിട്ടുള്ളൊരു വെഹിക്കിളാണ്. നിങ്ങളുടെ വെഹിക്കിൾ എന്ന് പറയുന്നത് പല വെതറിൽ ഓടണമായിരിക്കാം. അപ്പോൾ അത് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ആക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനൊരു ചെറിയ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ അത് ചെയ്യാണ്ട് വരുമ്പോൾ ഒരു വലിയ നഷ്ടം തന്നെ സംഭവിക്കാം. നിങ്ങൾ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്പേർട്ട് സർവീസിൻ്റെ അടുത്ത് തന്നെ ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതലായിട്ടൊരു പ്രശ്നം വരാറുള്ളത്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ചീപ്പസ്റ്റ് പ്രൈസിലേക്ക് പോകുമ്പോൾ ഇത് ഡെലിവറി ചെയ്യുന്ന വാല്യൂം അവർ കുറയ്ക്കാറുണ്ട്. ശരിക്കും ഈ വണ്ടി അവർ ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ആവശ്യമുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ റേറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് നോക്കാണ്ട് നല്ല ക്വാളിറ്റിയും സർവീസും എക്സ്പേർട്ടായിട്ടുള്ള സ്ഥലത്ത് തന്നെ ചൂസ് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ ആ ഒരു കസ്റ്റമറുടെ പ്രശ്നം തന്നെയായിരുന്നു വണ്ടിയുടെ ലുക്ക്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ചൂട് കുറയ്ക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ നൽകിയിരുന്ന ഫ്രണ്ട് ഗ്ലാസ്സിൽ ആൻറ്റി ഗ്ലെയർ നൽകിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ ആൻറ്റി ഗ്ലെയർ നൽകുന്നതിൻ്റെ ഒരു പ്രധാന ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഗ്ലെയർ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ രാത്രി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു തലവേദന വരാം, അതുപോലെ ഒരു ഡിസ്ട്രാക്ഷൻ വരാം, ഡ്രൈവിങ് ചെയ്യാനേ തോന്നാറില്ല. ഇതിനൊരു കാരണം ഓപ്പോസിറ്റ് നിന്ന് ഗ്ലെയറാണ് മറ്റുള്ള വണ്ടികളുടെ. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി ഗ്ലെയർ ഒരു നല്ലൊരു ഉപകാരമുള്ള പ്രൊഡക്റ്റാണ്. അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ ഇൻറ്റീരിയർ, ഡാഷ്ബോർഡ്സ്, സീറ്റ്, ഇൻഫോർടൈൻമെൻറ്റ് ഇതൊക്കെ കേട് വരുന്നതിന് ഒരു കാരണം നമ്മുടെ വണ്ടിയിൽ വെയിലടിച്ചിട്ടാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിനുള്ള ചൂടാണ്. ഇത് കുറയ്ക്കാനും ഇതൊരു വലിയ ഉപകാരമുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അടുത്തായിട്ട് നമ്മുടെ വണ്ടിയിൽ സൺ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിയിലെ ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ ലുക്ക് കൂട്ടാനും പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ്. ഇപ്പോൾ നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള സൺ കൺട്രോൾസ് അവൈലബിൾ ആണ്. ഇത് ലീഗലി അപ്രൂവൽ ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം ചെയ്യാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ വെഹിക്കിളിൽ ഒത്തിരി പ്രോബ്ലംസ് വരുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ അറിയാതെ പോകുന്ന പ്രശ്നങ്ങളായിരിക്കും, മറ്റുള്ളവരായിരിക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും പ്രോബ്ലം സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ദിസ് ഇസ് ശ്രീജിൽ കല്ലിങ്ങൽ, പ്രീമിയം ഓട്ടോമോട്ടീവ് കൺസൾട്ടൻറ്റ്, ഡെൽറ്റ ഗാസ്. ബൈ.